ഹലോ ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ഉണ്ടല്ലോ, ഈ ആർത്തവകാലത്ത് 3 ദിവസം ലീവ് ഇപ്പോൾ അങ്ങനെ ഒരു നിയമം വന്നിരിക്കുകയുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ ന്യൂസിൽ കണ്ട് എനിക്കത് ഇഷ്ടമായിട്ടാണ്. കാരണം പണ്ടൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് ആവുമ്പോഴും ആ ഒരു മാനസികാവസ്ഥയും ചിലർക്കൊക്കെ ഭയങ്കര വയറുവേദന. അപ്പോൾ അതിൽ ആ ഏതൊരു ആൾ അത് എതിർത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ പുറത്തേക്ക് പറയാൻ പറ്റുമോ? പണ്ടത്തെ കാലമൊന്നല്ല. ഇത് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ പാലും പാക്കറ്റാണ് ബ്രെഡാണെന്ന് പറയണമെന്നല്ല. അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഇതൊക്കെ അനുഭവിക്കുന്നൊരു വേദന ഉണ്ട്. ആ വേദന അതാണ് ഞാൻ ഓരോരുത്തർക്ക് അത് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടാവുമ്പോൾ പഠിച്ചവന് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പോകും. നമ്മളൊക്കെ വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, ആ ഒരു ഇതുണ്ട്. ഞാനൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊക്കെ നല്ല വേദന ഉണ്ടാവും. ചിലർ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്തിനാ ഇങ്ങനെ വന്ന് പറയണേന്ന്. അത് അനുഭവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ അമ്മ അനുഭവിച്ചിട്ടുണ്ടാവും, നിങ്ങളെ പെങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, നാളെ നിങ്ങളെ മക്കൾ അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ ഒരു 3 ദിവസം ലീവ് കിട്ടുമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയാണ്. എനിക്ക് എന്തായാലും അത് ഇഷ്ടമായി. ആ നിയമം എന്തായാലും ഇഷ്ടമായി. കാരണം ആ ഒരു 3 ദിവസം ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അറ്റിങ്ങൾക്ക് ഒരു 13 വയസ്സായാൽ ഏതൊരു പിള്ളേരും പ്രായപൂർത്തിയാവുമ്പോൾ എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഞാനൊക്കെ സ്കൂളിലാവുമ്പോൾ ചില പിള്ളേർക്ക് ഇതിനെ അറിയാണ്ട് നമുക്ക് കറക്റ്റ് ഡേറ്റിലൊന്നും ഇല്ല ഇത് വരും. ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ചിലപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ വെള്ള യൂണിഫോമാണ്, ചുരിദാറാണ്. നമ്മളവിടെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ എണീക്കുമ്പോൾ ഇതൊക്കെ ഞാനൊക്കെ കണ്ടു വന്നൊരു ഒരവസ്ഥയാണ്. കുട്ടികൾ എണീക്കുമ്പോൾ കാണാം ബാക്കിൽ കാണാം കറക്റ്റ് ചുരിദാറിൻ്റെ ബാക്കിൽ. പക്ഷേ ആ ഒരു 3 ദിവസമൊക്കെ ഞങ്ങൾക്ക് അവധി കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ചില പിള്ളേർക്ക് ഡേറ്റ് ചിലവർക്ക് കറക്റ്റായിട്ട് വരുന്ന ഡേറ്റ് ഉണ്ട്, ചിലവർക്ക് കറക്റ്റ് അല്ലാണ്ട് വരുന്ന ഡേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും ഇത് വെച്ച് കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു 3 ദിവസം 1-2 ദിവസം അങ്ങോട്ട് മാറി നിന്നാലും 3-ാമത്തെ ദിവസം ഇതെന്തായാലും വരുമ്പോൾ ഉണ്ടല്ലോ, എന്തായാലും ആ നിയമം എന്തായാലും അടിപൊളി. അപ്പം അതിനെ കുറിച്ചിട്ട് ഈ എതിർക്കുന്നവരൊന്നും ആലോചിക്കുക, നിങ്ങളെ വീട്ടിൽ അമ്മയല്ലേ പെങ്ങന്മാരില്ലേ. അപ്പം നാളെ പറയും ഇതിനൊക്കെ കുറിച്ചിട്ട് എന്തിനാ ഇവിടെ വന്നിട്ട് വീഡിയോ പറയണമെന്നായിരിക്കും. അപ്പം അതത്രയുള്ളൂ കേട്ടോ. എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, ഞാൻ കുറച്ച് ഒരു 1.5 ആഴ്ചയായിട്ട് ഭയങ്കര പനി പിടിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ 2 ദിവസം നല്ലൊരു അത്യാവശ്യം സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളേറ്റവും കൂടുതൽ നുണ പറയാം ആൾക്കാർക്ക്. ആ നുണ ഉണ്ടല്ലോ, ഇന്നലെ രാത്രി എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഇതുണ്ടല്ലോ. എൻ്റെ പടച്ചവനെ, നുണ പറഞ്ഞോ, പക്ഷെ നമ്മൾ തിന്നണ അന്നല്ലേ, ആ അന്നത്തിനെ വെച്ചിട്ട് പറയും. തിന്നണ അന്നം അത് നമ്മളെ ജോലി സ്ഥലമാവാം, അതില്ല. എൻ്റെ പടച്ചവന് ഇങ്ങനൊന്നും ഒരാളോടും ഇല്ലെങ്കിൽ വേണ്ട, അത് കഴിഞ്ഞു, അത് അവസാനിപ്പിച്ചു. പറ്റില്ലെങ്കിൽ അത്ര അവനാൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകുക. ജോലിയൊക്കെ ശരിയായിട്ടുണ്ട്, 2-3 ജോലി ശരിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുക, നാളെ പോകാൻ പറ്റിയ അവസ്ഥയിലെല്ലാം കുട്ടികളൊന്നും സെറ്റായിട്ടൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ. ഒന്ന് മാത്രമേ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വരട്ടെ എല്ലാം സെറ്റാക്കിയിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞ്. എൻ്റെ ഉമ്മ എല്ലാം സെറ്റാക്കിയിട്ടാണ് എൻ്റെ ഉമ്മ എന്നെ പറഞ്ഞു വിടുള്ളൂ. ആ ഒരു പ്രതീക്ഷയിലാണ്. ഒരാഴ്ച നേരം വൈകിയാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ കുട്ടികൾക്കൊന്നും വാങ്ങിക്കാത്തതിലും ഇതിലൊക്കെ നല്ല വിഷമമുണ്ട്. എന്നാലും എൻ്റെ ഉമ്മ വരുമ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ നുണ പറയുമ്പോൾ ആലോചിക്കും, ആ നുണ കൊട്ടാരം പോലെ ഇങ്ങനെ അഭിനയിക്കാൻ എങ്ങനെ പറ്റണമെന്നാണ് ചോദിക്കുന്നത്. നുണ പറഞ്ഞു ഇപ്പം എല്ലാവരും ഫുള്ളായിട്ട് സത്യസന്ധത പറയണവരൊന്നല്ല, അല്പം അല്പമൊക്കെ നുണ പറയും. ഇമാതിരി അന്നം തരുന്ന ജോലിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് എൻ്റെ പഠിച്ചോൻ എനിക്ക് എൻ്റെ കണ്ണെന്ന് പറയണം. കാരണം വിശ്വസിക്കുമ്പോൾ പിന്നെയും ഇങ്ങനെയൊക്കെ. എന്തായാലും ആ 3 ദിവസം ലീവിൻ്റെ അടിപൊളി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ പനി മാറി ഇന്നലെ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നൊക്കെ ഓക്കെ ആയി, എല്ലാ ലെവലിലും ഓക്കെ ആയി. അൽഹംദുലില്ലാ. പടച്ചോനുണ്ട് എന്നുള്ളൊരു ഒറ്റൊരു തോന്നാണ്
എനിക്ക് തോന്നുന്നത് ഇന്നൊക്കെയുള്ളത്. കാരണം ഇന്നലെ ഒന്നും എൻ്റെ മുഖം ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഇന്ന് അതിലേറെ സന്തോഷത്തിലാണ്. കാരണം പടച്ചോനുണ്ട്, ആര് തളർത്തിയാലും പടച്ചോൻ തളർത്തൂല എന്നുള്ള ഒരൊറ്റ ബോധമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.